ഈ വാഹനത്തിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടതോടെ നാടെങ്ങും ചുവരെഴുത്തും കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, എവിടെ നോക്കിയാലും ഇത്തരം ബോർഡുകളാണ്. പക്ഷേ രാഷ്ട്രീയ പ്രചാരണം ഒന്നുമില്ലാത്തൊരു നാടുണ്ട്, തിരുവനന്തപുരത്ത്. നെടുമങ്ങാട്ടാണെന്നേ. നല്ല രാഷ്ട്രീയമുള്ള എന്നാൽ രാഷ്ട്രീയ പ്രചാരണമില്ലാത്ത ആ നാട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കയറി തീപ്പൊരി ചിതറുകയാണ്. മുക്കും മൂലയും അരിച്ചു പെറുക്കി നാടെങ്ങും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ മഹാമഹം. അങ്ങനെ ഇരിക്കെ ഫ്ലെക്സും ബോർഡും ചുവരെഴുത്തും കൊടിയും കൊടിതോരണവും ഒന്നുമില്ലാത്ത ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ഇതാണ് ആ സ്ഥലം, പരിയാരം. നെടുമങ്ങാടിനു സമീപത്താണ് പരിയാരം. ഈ പ്രദേശത്തിന് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാണാൻ സാധിക്കില്ല. അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചാരണമോ അവരുടെ ചുവരെഴുത്തോ അവർക്ക് വേണ്ടിയുള്ള ഫ്ലെക്സോ കൊടിതോരണങ്ങളോ ഒന്നും ഈ നാട്ടിലുണ്ടാവില്ല. അതൊന്നും 2 വർഷത്തെ പഴക്കമല്ല, പതിറ്റാണ്ടുകളായി ഈ നാട് ശീലിച്ചു പോരുന്ന ഒരു കാര്യമാണ്. കൊടിയും കൊടിതോരണവും ഫ്ലെക്സും ബോർഡും ഒന്നുമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. പരിയാരത്തുകാർക്ക് നല്ല രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ബോധ്യമുണ്ട്. ഒരു സമ്മേളനം വന്നു എന്ന് കരുതുക, ഒരു സ്ഥാനാർത്ഥി വന്നു എന്ന് കരുതുക, ആ പരിപാടി ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നു എന്ന് കരുതുക. ആ പരിപാടി സംഘടിപ്പിക്കും, അതിനുശേഷം ആ കൊടിയും തോരണങ്ങളും ഒക്കെ അഴിച്ചു മാറ്റണം എന്നുള്ളതാണ് നാടിൻ്റെ നിയമം. രാഷ്ട്രീയമുണ്ട്, പിന്നെ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമൊക്കെ ഉണ്ട്, പ്രവർത്തനമാണ്. ഇവിടെ ഇത് ഒട്ടിക്കണ്ട, എന്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കും, ഒരു ഇഷ്യൂ വേണ്ട. ഞങ്ങൾ ജനിച്ച കാലം മുതൽ രാഷ്ട്രീയ കൊടിയൊന്നുമില്ല, പക്ഷേ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയ കൊടി ആവശ്യം ഇനി മുന്നോട്ട് വേണ്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇത് തന്നെയാണ് അഭിപ്രായം. നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുമ്പോട്ട് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഫ്ലെക്സ് കീറി, ഒരു ഫ്ലെക്സ് കീറിയതിൻ്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് ഉണ്ടാവണം യുവതലമുറ. ഇവിടെ ഫ്ലെക്സ് കീറിയതിന് അടിയില്ല, അല്ലെങ്കിൽ ഒരു നോട്ടീസ് കീറിയതിന് അടിയില്ല, പോസ്റ്റർ കീറിയതിന് അടിയില്ല. അപ്പം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരും നമ്മൾ തോളി കൈയിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 35-ാം വാർഡാണ് പരിയാരം. 1300ഓളം വോട്ടർമാരുണ്ട്. രാഷ്ട്രീയ പ്രചാരണമില്ലാത്ത മേഖലയിൽ 600-650 വോട്ട് വരും. ഇനി പരിയാരം എന്തുകൊണ്ട് ഇങ്ങനെയായി? പ്രദേശത്തെ രാഷ്ട്രീയ നേതൃത്വം തന്നെ മറുപടി പറയും. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൊലപാതകം നടന്നു. അതുവരെ വളരെ സജീവമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും രാഷ്ട്രീയമൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകമൊന്നും അല്ല. അതൊരു വലിയ വർഗീയ കലാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള വലിയ പരിശ്രമം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു കൊലപാതകം ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള അർത്ഥത്തിൽ അന്നുള്ള ആളുകളെല്ലാം കൂടി സർവകക്ഷി യോഗമൊക്കെ വിളിച്ചൊരു തീരുമാനമെടുത്ത് ആണ് ഇനി നമുക്ക് ഇനിയൊരു വഴക്കോ വെക്കാനോ ഒന്നും ഈ പ്രദേശത്ത് പാടില്ല. ആ നിലയിലുള്ള ഒരു തീരുമാനം വന്ന് മുന്നോട്ട് പോകുന്നത് പ്രധാന കാരണങ്ങളാണ്. അന്നുണ്ടായ നമ്മുടെ മുതിർന്ന ആളുകളുടെ നല്ല ഒരു തീരുമാനത്തിൻ്റെ ഒരു വലിപ്പമുള്ള വലിയ മനസ്സിൻ്റെ തീരുമാനമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പോസ്റ്റർ ഒട്ടിക്കുക, കൊടി കെട്ടുക. സ്ഥായിയായ ഒരു കൊടിമരവും ഒരു പാർട്ടിക്കും വിജയനിൽ ഉണ്ടാവില്ല. അത് വയ്ക്കാൻ അതിൻ്റെ പേര് സംഘർഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നല്ല തീരുമാനം എടുത്തതിൻ്റെ അടുത്ത് ഇതുവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ തന്നെ അനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സ് കൊടിതോരണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ആശയപരമായി രാഷ്ട്രീയം ഉള്ളൊരു നാടാണ്. എല്ലാവരും രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു കൊടിതോരണം വെച്ചിട്ട് അതിൻ്റെ പിറകെ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് അല്ലല്ലോ. രാഷ്ട്രീയം മനസ്സിലല്ലേ നല്ലത്. ഫ്ലക്സ് കൊണ്ടോ ബോർഡർ കൊണ്ടോ രാഷ്ട്രീയം ഉണ്ടോ അപ്പോൾ ഉണ്ട്, പക്ഷേ അതിവിടെ വേണ്ടെന്നുള്ളതാണ് അതിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. അതിൽ BJP എന്നുള്ള നിലയിൽ ഞങ്ങളത് ശക്തമായി സൂക്ഷിക്കും. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല ഇവിടെ. ഈ ഗ്രാമം ഇങ്ങനെയാണ്.
ഇവിടെ ഒരു അലിഖിത നിയമമുണ്ട്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമെന്ന് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ ഒരുപോലെ പറയുകയും ചെയ്യുന്നുണ്ട്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. എന്തായാലും പരിയാരം ഒരു മോഡലല്ലേ വിജു? അതെ അതെ, പ്രചാരണ നിരോധിത മേഖല അല്ലേ? മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും തീരുമാനിച്ച് ഇങ്ങനെ ഒരു സംരക്ഷിത മേഖലയാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ചെറിയൊരു പോസ്റ്റ് ഒട്ടിക്കുന്നതിന്റെ പേരിൽ പോലും വഴക്കുകൾ കൂടുപൊട്ടി വരുന്ന ഒരു സംസ്ഥാനത്ത് അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിയാരം നമ്മൾ മോഡലായി തിരഞ്ഞെടുക്കുന്നു. കേരളത്തിന് പുറത്തു പോയാൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്ര പ്രചാരണ സാമഗ്രികളൊന്നും കാണാനില്ല. ഈ ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ സജീവമല്ല. അവരൊക്കെ വോട്ട് ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ഈ തരത്തിലൊരു ആഘോഷം അവിടെ കാണാൻ വിജയന്റെ നിരീക്ഷണത്തിൽ അവരുടെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം എല്ലാ മേഖലയിലും ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരുപക്ഷെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ലെന്ന് കരുതാം അല്ലേ? ഇന്ന് സി രാധാകൃഷ്ണൻ രാജിവെച്ച ദിവസമാണല്ലോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ വിശിഷ്ട അംഗത്വം അദ്ദേഹം രാജിവെച്ചു. നെൽസൺ ജോൺ പറഞ്ഞു, യു ആർ ഗ്രേറ്റ് സി രാധാകൃഷ്ണൻ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സാഹിത്യവുമായി ബന്ധമില്ലാത്ത മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. പിന്നീട് സാഹിത്യ അക്കാദമി തന്നെ പറയുന്നത് അദ്ദേഹം എഴുത്തുകാരനാണെന്ന് പറയും. അറിയാത്താണോ? അത് എഴുതിയതൊന്നും കാണാതെ പോയതാണോ? എന്തായാലും അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു സുഹൃത്താണ്. അദ്ദേഹം എഴുത്തുകാരനോ അല്ലയോ എന്ന് ഇനി പറയേണ്ടത് സാക്ഷാൽ സി രാധാകൃഷ്ണനാണ് അല്ലേ?